സമയം കഴിഞ്ഞു ഇശാവാങ്ക് കൊടുക്കും. അന്നൊന്നും ഇശാവാങ്ക് ഇങ്ങനെ കേൾക്കൂല, ഇങ്ങനെ കൊടുക്കാനുള്ള മൈക്കൂല്ല. പിന്നെ എവിടുന്നെങ്കിലൊക്കെ ഒരു വാങ്ക് എപ്പോഴെങ്കിലും കേട്ടാ നല്ല സുഖാണ്. പക്ഷെ നിസ്കാരം ഒന്നും നിർവഹിക്കണ്ടേ? പകലാകുമ്പോ പിന്നെ സമയം നോക്കിയാൽ അറിയും. രാത്രിയോ ഇശാഇനോ വിറുദ്ധായിരുന്നു അവരുടെ അവലംബം. പതിവായി ഓതുന്ന സൂറത്തുകളും പതിവായി ചൊല്ലുന്ന ദിക്റുകളും സ്വലാത്തുകളും മറ്റുമൊക്കെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ, നമ്മൾ ഖുർആനിനോട് കൂടുതൽ കൂടുതൽ ബന്ധം പുനഃസ്ഥാപിക്കണം. ഒരിക്കലും അതിനോട് കുറവുണ്ടാകാൻ പാടില്ല. സൂറത്തു സജദ ഓതാതെ ഒരു ദിവസം പോലും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാറില്ല. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, കാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖറഉ ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീല സജദ. സൂറത്തു സജദ ഓതാതെ ഒരിക്കലും തങ്ങൾ ഉറങ്ങാറില്ല. ഉറങ്ങുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും സജദ സൂറത്ത് ഓതുന്ന പതിവുണ്ട്. സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ദിവസം രാവിലെ സുബ്ഹ് നിസ്കാരത്തിന് ഒന്നാമത്തെ റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള സൂറത്താണ് സൂറത്തു സജദ. നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ പലയിടങ്ങളിലും നമ്മൾ ഓതിക്കാണൂല. കിട്ടാത്തത് കൊണ്ടോ മറ്റോ എന്നറിയില്ല, സജദ ഓതുന്ന ആളുകൾ കുറവാണ്. ഉണ്ട്. വിദേശത്ത് പോയാൽ വെള്ളിയാഴ്ച രാവിലെ, ഇന്ന് നമ്മൾ സുബഹി നിസ്കരിച്ചതുപോലെ വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക് പള്ളിയിൽ പോയാൽ സൂറത്തു സജദ ഓതിയിട്ട് സുജൂദ് ചെയ്തിട്ട് ഒന്നാമത്തെ റക്അത്തിൽ സജദ സൂറത്ത് പൂർണ്ണമായി ഓതുന്നത് കാണാൻ പറ്റും. അതത്രയും സ്ഥിരപ്പെട്ട ഒരു സുന്നത്താണ്. രണ്ടാമത്തെ റക്അത്തിൽ ഹൽ അത്തഅലൽ ഇൻസാനി സൂറത്തു ദഹ്റും ഓതാറുണ്ട്. അത് സുന്നത്താണ്, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പതിവുണ്ടായിരുന്നു. വെള്ളിയാഴ്ച അന്ന് സുബഹി നിസ്കരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രണ്ട് സൂറത്തും പതിവായി ഓതിയിരുന്നു. അതേ എല്ലാ ദിവസവും ഇത് ഓതാതെ ഉറങ്ങാറില്ല. 30 ആയത്തുകളുള്ള ഈ സൂറത്തിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത് അൽ മുൻജിയ, ഇത് രക്ഷപ്പെടുത്തുന്ന സൂറത്താണ്. മുൻജിയ എന്നുള്ള പേര് സൂറത്തു തബാറക സൂറത്തിനും ഉണ്ട്, സജദ സൂറത്തിനും ഉണ്ട്. രണ്ടിനും ഒരേ മഹത്വങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അദാബിൽ നിന്ന് കാക്കുന്ന സൂറത്തുകളാണിത് രണ്ടും. തബാറക ഓതിയാൽ അതും 30 ആയത്ത് തന്നെയാണ്. സജദ സൂറത്ത് ഓതിയാലും ഖബറിന്റെ അദാബിൽ നിന്ന് വലിയ കാവലാണ്. ഖാലിദ് ബിൻ മഅദാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മുമ്പ് കാലത്ത് ജീവിച്ചിരുന്നൊരു മനുഷ്യൻ, അയാളൊന്നും ഈ സജദ സൂറത്ത് ഓതും. അവിടെ പറഞ്ഞു, മാ യഖറഉ ശൈഅൻ ഗൈറഹാ, സജദ സൂറത്തല്ലാത്ത മറ്റൊന്നും അദ്ദേഹം ഓതാറില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു പതിവ് പറയാണ്. ഒരു മനുഷ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു, എന്നും സജദ സൂറത്ത് ഓതും. വകാന കസീറൽ ഖതായാ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അധികരിച്ച വ്യക്തിയായിരുന്നു. നിത്യജീവിതത്തിൽ വൈകല്യങ്ങൾ പെരുത്ത ആളായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ മരിക്കാൻ നേരത്ത് ഫനശറത്ത് ജനാഹഹാ അലൈഹി, ഈ തബാറക സൂറത്ത് ആ മനുഷ്യന് വലിയ ശഫാഅത്തിന് വന്നു. റബ്ബ് തആല ഈ മനുഷ്യനെ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകളെ വിട്ടപ്പോൾ തബാറക സൂറത്ത് അതിന്റെ ചിറകങ്ങ് വിടർത്തിക്കൊടുത്തു. തബാറക സൂറത്ത് ചിറക് വിടർത്തിക്കൊടുത്തു എന്നത് ആലങ്കാരിക പ്രയോഗമാണ്. സംരക്ഷണം ഏറ്റെടുത്തു. സൂറത്തുകൾ സംരക്ഷണം ഏറ്റെടുത്താൽ സഹോദരങ്ങളെ, പിന്നെ അല്ലാഹു തആല അത് സ്വീകരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല. കാരണം അല്ലാഹുവിന്റെ കലാമാണല്ലോ ഈ സൂറത്തൊക്കെ. അല്ലാഹു ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കുന്നത് അല്ലാഹുവിന്റെ കലാമിന്റെ ശഫാഅത്തിനാണ്. റബ്ബിന്റെ കലാമായ സൂറത്തുകൾ വന്ന് ശഫാഅത്ത് ചെയ്യുമ്പോ അതിന് വലിയ പരിഗണന ലഭിക്കും. ആ സൂറത്ത് പറഞ്ഞു, റബ്ബിഗ്ഫിർ ലഹു, പടച്ചവനെ റബ്ബേ ഈ മനുഷ്യന് നീ മാപ്പ് ചെയ്യണം. ഫഇന്നഹു കാന യുക്സിറു മിൻ ഖിറാഅതി, എന്നെ ഒരുപാട് ഓതുന്ന ആളായിരുന്നു, എന്നെ എല്ലാ ദിവസവും ഓതുന്ന ആളായിരുന്നു.
എന്ത് തെറ്റുണ്ടെങ്കിലും നീ മാപ്പ് കൊടുക്കണം. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം ഈ സംഭവം. ഫശഫഅഹ റബ്ബു ഫീഹി, റബ്ബ് തആല ആ മനുഷ്യന് ഈ സൂറത്തിന്റെ ശഫാഅത്ത് സ്വീകരിച്ചു. അല്ലാഹു പറഞ്ഞു, ഉക്തുബൂ ലഹു ബികുല്ലി ഖതീഅത്തിൻ ഹസന. എന്ത് തെറ്റാ മനുഷ്യൻ ചെയ്തിട്ടുണ്ടോ തെറ്റുകൾക്ക് പകരം നിങ്ങളൊരു നന്മ എഴുതി വെക്കൂ. എത്ര തെറ്റുകൾ അധികമുണ്ടെങ്കിലും ഓരോന്നിനും പകരം നിങ്ങൾ നന്മ രേഖപ്പെടുത്തി വെക്കൂ. വർഫഉ ലഹു ദറജാ, ആ മനുഷ്യന് ദറജ ഉയർത്തി കൊടുക്കൂ. ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, ദറജ ഉയർത്തി കിട്ടാൻ നമ്മൾ ദ്വാരക്കാറില്ലേ മരിച്ചവർക്ക് വേണ്ടി? ആ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നതും ഒരു ശഫാഅത്ത് തന്നെയാണ്. അതേ, മറ്റുള്ളവർ ദ്വാരക്കുന്നതും ഒരു ശഫാഅത്താണ്. ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും ഓരോ മുഅ്മിനും ശഫാഅത്ത് ചെയ്ത് ദുആ ചെയ്യാറുണ്ട്. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ കലാമു ശഫാഅത്തിന് വന്നാൽ ആ ശഫാഅത്തിന് മുന്തിയ പരിഗണന ലഭിക്കും. ഇങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാർ, ഒരു സൂറത്ത് മാത്രം ഓതുന്ന പതിവുള്ളവര്. അവർക്ക് ആ ഒരു സൂറത്തിനോടുള്ള താല്പര്യം തന്നെ മതി. അല്ലാഹു തആലാന്റെ കലാമല്ലേ, ആ പരിശുദ്ധ കലാമിലെ ഒരു സൂറത്തിന് എത്രമാത്രം വലിയ ബഹുമതിയുണ്ട്. അതുകൊണ്ട് ഖബറിൽ ശഫാഅത്തിന് വന്ന് ആ മനുഷ്യന് എല്ലാവിധ സംരക്ഷണവും കൊടുത്ത് അയാളെ പാപങ്ങളൊക്കെ കറക്റ്റായി തേച്ചു മാച്ചു കളഞ്ഞ് വേറെ എന്തുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ? വലിയൊരു അവലംബമാണ് ഈ സൂറത്തുകളൊക്കെ. തബാറക്ക സൂറത്ത് ഓതുന്ന ആളെ ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക്ക സൂറത്ത് കേട്ടില്ലേ സ്വഹാബിമാർ? ഖബറാണ് എന്ന് തിരിയാത്തൊരു സ്ഥലത്ത് മീസാൻ കല്ലും അടയാളൊന്നുമില്ല. അവിടെ ഒരു ടെന്റ് കെട്ടി കൂടാൻ നോക്കുമ്പോ ഇരുന്നിടത്തുനിന്ന് ഭൂമിന്റെ അടിയിൽ നിന്ന് ഓത്ത് കേൾക്കുകയാണ്. അപ്പൊ അവര് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു, നബിയെ, ഞങ്ങളൊരു സ്ഥലത്ത് ടെന്റ് കെട്ടിയിട്ട് താമസിക്കാൻ നോക്കുമ്പോ മണ്ണിന്റെ അടിയിൽ നിന്ന് ഓത്ത് കേൾക്കുന്നുണ്ട്. എന്താ ഓതിയത്? തബാറക്ക ഓതുന്നുണ്ട്. അത് അവിടെ കിടക്കുന്ന വ്യക്തി എന്നും തബാറക്ക ഓതുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഖബറിലെത്തിയപ്പോ അല്ലാഹു തആല ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? എനിക്ക് തബാറക്ക ഓതണം, ഞാൻ ഓതിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഹോബിയല്ലേ. ചിലർക്ക് മദ്ഹ് ചൊല്ലലായിരിക്കും, ചിലർക്ക് സ്വലാത്ത് ചൊല്ലലായിരിക്കും. നിസ്കാരം കിട്ടിയ മഹാരഥന്മാരും ഉണ്ട് ഖബറിലെത്തിയിട്ട്. അപ്പൊ മൂടുകല്ല് പൊന്തിപ്പോകലെയൊന്നും സംശയിക്കണ്ട. നിസ്കരിക്കുമ്പോ അള്ളാഹുവാണ് വിശാലത കൊടുക്കുന്നത്. അല്ലാഹു തആലയുടെ കഴിവില് എന്തെങ്കിലും സാധിക്കാത്തതുണ്ടോ? നമ്മൾ ആ രൂപകൽപ്പന ചെയ്യും പോലെ ഇല്ലല്ലോ അള്ളാഹുവിന്റെ ഖുദ്റത്ത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരന്മാര് ഈ സൂറത്തു സജദ ഓതണം. നമുക്ക് പോയി കിടക്കുന്ന മണ്ണിൽ വലിയ കാവല് വേണം. കുടുംബക്കാരൊക്കെ അവരുടെ ദൗത്യം നിർവഹിച്ചവര് മടങ്ങും. ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ സംസാരങ്ങളൊക്കെ കുറച്ചു കഴിയുമ്പോ നിർത്തും. ദുആകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ സ്ഥിരമായി കിട്ടുന്നൊരു കാവലാണ് അല്ലാഹുവിന്റെ കലാം. ജീവിതത്തിൽ 10 കൊല്ലം ഒരാൾ തുടരെ സജദ ഓതിയാൽ ഒന്നാലോചിച്ചു നോക്കണം, എത്രയാണ് അയാളെ ഖബറിലേക്കുള്ള നേട്ടം. 20 കൊല്ലം ഒരാൾ സജദ ഓതിയാൽ, 30 കൊല്ലം തുടർച്ചയെ ഒരാൾ സജദ ഓതിയാൽ, പതിവായി ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അയാളെ ദറജ നമ്മൾ കണക്കുകൂട്ടിയാൽ എത്തൂല. അയാളുടെ സ്ഥാനമാനങ്ങൾ നമുക്ക് വിവരിക്കാൻ കഴിയില്ല, ഒരാൾക്കും പറയാനൊക്കില്ല. കഴിഞ്ഞ വർഷം റമദാനില് ഇവിടെ അടുത്ത് സ്ഥലം ഞാൻ പറയണില്ല, നിങ്ങൾ ആളെ പോയി തെരഞ്ഞെടുത്താലോ എന്നൊരു പേടി. ക്ലാസ്സിന് പോയപ്പോ ഉച്ചക്കൊരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോ ക്ലാസ് കഴിഞ്ഞപ്പോ ഉസ്താദേ വലിയൊരു സന്തോഷമുണ്ട്. എന്താന്ന് തോന്നുന്നു, ഒരു 10-25 കൊല്ലായിട്ട് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല. അൽഹംദുലില്ലാഹ്, വലിയ സന്തോഷം. അയാളെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്തിട്ട് മതിയാകുന്നില്ല. എന്തൊരു നല്ല മനുഷ്യൻ. 25 കൊല്ലായിട്ട് എന്താ കച്ചവടക്കാരനാ, കച്ചവടം ചെയ്യുന്ന ആളാ. 25 കൊല്ലായിട്ട് ഒറ്റ ജമാഅത്തും പോയില്ല. ഞാൻ അയാളെ കുറെ ഇങ്ങനെ നോക്കി, സന്തോഷം കൊണ്ട്. എന്തൊരു റാഹത്തുള്ള പറച്ചിലാണ്. അല്ലല്ലാ, അത് കേൾക്കുമ്പോ അസൂയായി തോന്നൂല.
25 കൊല്ലം സഹോദരങ്ങളെ പതിവായി ജമാഅത്തിന് സംബന്ധിക്കാൻ കഴിഞ്ഞു ഒരു സഹോദരൻ പറയുകയാണെങ്കിൽ എത്ര വലിയ മഹത്വമാണ് അയാൾക്ക്. ഇതുപോലെ പതിവായി സജിദാ സൂറത്ത് ഒരു 10-20 കൊല്ലം ഓതിയാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്ര മഹത്വം കിട്ടും. തബാറക്കൊക്കെ ഓതിയെന്ന് നമ്മളെ വല്യമാര് നമ്മൾ വിചാരിക്കേണ്ട ഓലൊന്നും വെറുതാകൂല. അവരൊന്നും വെറുതെയാകൂല. അവർക്കൊക്കെ അല്ലാഹു തആല അവന്റെ കലാമിനെ ദായിമാക്കിയതിന്, പതിവാക്കിയതിന് ഇഷ്ടം പോലെ കൊടുക്കും. അല്ലാഹുവല്ലേ ഗഫൂർ, അല്ലാഹുവല്ലേ ഗഫാർ, നമ്മളല്ലല്ലോ. അപ്പൊ അല്ലാഹു തആലാന്റെ ഖുർആനിൽപ്പെട്ട ഒരു സൂറത്ത് വന്നിട്ട് തബാറക്കൊക്കെ നല്ലോണം, തബാറക്കൊക്കെ പേരെന്നുണ്ട്, സൂറത്തുൽ മുജാദില എന്നൊരു പേരുണ്ട്. തർക്കിച്ചുകൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന സൂറത്ത് എന്നാ പറഞ്ഞതിന്റെ പേര്. മുജാദില എന്ന് പറഞ്ഞാൽ തന്നെ തർക്കിക്കുന്നതാ. തർക്കിച്ചിട്ടും കൊണ്ട് അല്ലാഹു തആല പറയും, പഠിച്ചോനെ നീ ഇദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് റെക്കമെൻഡ് സ്വീകരിച്ച് ഗുണം കൊടുക്കുന്നില്ലെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം, നിന്റെ ആ കിതാബിൽ നിന്ന്, ഖുർആനിൽ നിന്ന് എന്റെ പേര് നീ മാറ്റണം. ഇങ്ങനെ ഒരു സൂറത്ത് അതിൽ വേണ്ട. ഇത്രയും പതിവായി ഓതിയ ആളല്ലേ. അതാ സൂറത്തിന്റെ സംവാദത്തിന്റെ, സംവദിക്കുന്നതിന്റെ ഒരു ശൈലിയാണ്. അള്ളാഹുവിനോട് സംവദിച്ചുകൊണ്ട് വാങ്ങിക്കൊടുക്കുകയാണ്. അല്ലാഹു തആല അവന്റെ കലാമു വന്ന് സാക്ഷ്യപ്പെടുത്തി പറയുമ്പോ, ശഫാഅത്ത് പറയുമ്പോ വലിയ സ്വീകാര്യത കൊടുക്കും. അത് ആഖിറത്തിലേക്കുള്ള വലിയ മുതലാണെങ്കിൽ ദുനിയാവിൽ ഓതുന്നവനുള്ള കൂലി പറഞ്ഞപ്പോൾ എമ്പാടും ഹദീസുകളുണ്ട്. ഞാൻ ചിലത് മാത്രം സൂചിപ്പിക്കാണ്. മഹത്വം മാത്രം പറഞ്ഞാൽ തഫ്സീർ പറയാൻ കഴിയൂല. മൻ ഖറഅ അലിഫ് ലാം മീം തൻസീൽ, ഒരാൾ ഈ അലിഫ് ലാം മീം തൻസീൽ എന്ന് തുടങ്ങുന്ന സൂറത്തു സജദ ഓതിയാൽ, വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന തബാറക്കയും ഓതിയാൽ, ഉഅ്തിയ മിനൽ അജ്ർ, അവന്